സ്ഥാനം, പ്രതിപക്ഷ നേതൃസ്ഥാനം അത് രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളൊരു കാര്യം അത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇനി ചെയർമാൻ സ്ഥാനത്തേക്ക് ആര് എന്നത് സംബന്ധിച്ച ചോദ്യമാണ് നിലനിൽക്കുന്നത്. ശരത് പവാർ വരും എന്ന് കേൾക്കുന്നു, അതുപോലെ അഖിലേഷ് യാദവ് വരുമെന്ന് കേൾക്കുന്നു. അപ്പോൾ പ്രവർത്തക സമിതി യോഗത്തിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്ത്യ മുന്നണിയുടെ ചർച്ചകൾ എങ്ങനെയൊക്കെയാണ്? സമിതി യോഗത്തിൽ രണ്ട് തീരുമാനങ്ങളാണ്. ഒന്ന് തെരഞ്ഞെടുപ്പ് അവലോകനവും അതോടൊപ്പം പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കലുമാണ് പ്രധാന അജണ്ടയായി ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിലാണ് കോൺഗ്രസ് കൃത്യമായി അവരുടെ ഒരു പ്രമേയം പാസാക്കിക്കൊണ്ട് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നേടിയത് വലിയ വിജയമാണെന്ന് പ്രവർത്തക സമിതി വിലയിരുത്തുന്നു. ഭിന്നതയുടെ രാഷ്ട്രീയത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ ജനങ്ങൾ നൽകിയ ഒരു മറുപടിയായാണ് ഈ തെരഞ്ഞെടുപ്പിന് വിലയിരുത്തുന്നത്. അതോടൊപ്പം ഭാരത് ജോഡോ യാത്ര, രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ സംസ്ഥാനങ്ങളിലെല്ലാം മികച്ച നേട്ടമുണ്ടാക്കി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ പാർട്ടിക്ക് പറ്റി. വോട്ട് ശതമാനവും സീറ്റും വർദ്ധിപ്പിക്കാൻ പറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച സംസ്ഥാനങ്ങളിൽ എന്നാൽ പല സംസ്ഥാനങ്ങളിൽ തിരിച്ചടി നേരിട്ടു. പ്രത്യേകിച്ച് ഈ കർണാടകയിൽ പ്രതീക്ഷിച്ചത്ര വിജയം ഉണ്ടായില്ല. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. അതോടൊപ്പം ഉത്തർപ്രദേശിൽ പാർട്ടി കരുതിയതിനേക്കാൾ മികച്ച പ്രകടനം നടത്തിയപ്പോൾ പോലും ബംഗാളിൽ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടു. അതോടൊപ്പം രാജസ്ഥാനിലും പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റത്തിലേക്ക് മാറാനായില്ല. അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ തിരിച്ചടി നേരിട്ടത് പാർട്ടി വിലയിരുത്തുന്നു. അത് കൃത്യമായി തന്നെ പരിശോധിക്കും എന്നാണ് പാർട്ടി അറിയിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിന് പാർലമെന്റ് അകത്തും പുറത്തും പോരാട്ടം തുടരുമെന്ന് പ്രവർത്തക സമിതി വിലയിരുത്തുന്നു. അതോടൊപ്പം ഉത്തർപ്രദേശിലുണ്ടായ മികച്ച വിജയത്തിന് നന്ദി പ്രകാശന യാത്ര കൂടി ഈ ജൂൺ 11 മുതൽ 15 വരെ നടത്താൻ പ്രവർത്തക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുലിനെ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഈ യോഗത്തിൽ പല നേതാക്കളും, വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളൊക്കെ രാഹുൽ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യം കൃത്യമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം, രാഹുൽ 2019 മുതൽ പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പതിവാണ്. രാഹുൽ ഇത്തവണയും ആ തരത്തിലേക്ക്, അതിനോട് പൂർണ്ണമായി യോജിക്കാത്ത തരത്തിൽ തന്നെയാണ് രാഹുലിന്റെയും പ്രതികരണം. കാരണം രാഹുൽ മറ്റ് ആരെങ്കിലും ആ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുക എന്ന് തന്നെയാണ് രാഹുൽ പല കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ തുടരാനാണ് സാധ്യത. പക്ഷേ പ്രവർത്തക സമിതിയിൽ ഇപ്പോഴും സമ്മർദ്ദമുണ്ട്. രാഹുൽ ഈ സ്ഥാനം ഏറ്റെടുക്കണം എന്ന സമ്മർദ്ദമുണ്ട്. അതോടൊപ്പം ഇന്ന് വൈകിട്ട് 5:30 പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് പാർലമെന്റ് ഹാളിൽ നടക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നത്. സോണിയാഗാന്ധിയെ തന്നെ തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുശേഷം ആയിരിക്കും പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുക. രാഹുലിനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും പാർട്ടിയിലെ വലിയ വിഭാഗം ആലോചിക്കുന്നത്. അവസാനഘട്ട ചർച്ച രാഹുലുമായി തന്നെ നടക്കുന്നുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാറിയാൽ മാത്രം മറ്റ് നേതാക്കളിലേക്ക് പോകും. അതിൽ KC വേണുഗോപാലുണ്ട്, ശശി തരൂരുണ്ട്, ഗോഗോയിയുടെ പേരുണ്ട്, അതോടൊപ്പം മനീഷ് തിവാരി. ഇങ്ങനെ ചില നേതാക്കളുടെ പേരുകൾ പകരം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. ഗോഗോയി ഇപ്പോഴും ലോക്സഭയിൽ ഉപനേതാവ് കൂടിയാണ്. പ്രത്യേകിച്ച് AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലിന്റെ പേര് കാര്യമായി തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് രാഹുൽ ഗാന്ധി ഇല്ല എന്നൊരു ഘട്ടം വന്നാൽ മാത്രമാണ്. എന്തായാലും 3 അക്കത്തിലേക്ക് കോൺഗ്രസിന് എത്തിക്കാൻ സാധിച്ചത് രാഹുലിന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2029 ലക്ഷ്യമിട്ട് പ്രവർത്തിക്കണമെങ്കിൽ രാഹുൽ തന്നെ നേതൃത്വം നൽകണമെന്നാണ് കോൺഗ്രസിന്റെ പൊതുവികാരം. അത് അല്പസമയത്തിനകം തന്നെ അറിയാനാകുമെന്നാണ് കരുതുന്നത്. ഓക്കെ രുചീഷ്, വ്യക്തമാണ്. അങ്ങനെ കോൺഗ്രസ് നേടിയ മികച്ച വിജയം എന്നാണ് പ്രവർത്തക സമിതി യോഗത്തിന്റെ വിലയിരുത്തൽ. ഭാരത് ജോഡോ കടന്നുപോയ സംസ്ഥാനങ്ങളിലൊക്കെ മികച്ച നേട്ടമുണ്ടാക്കിയെന്നും വിലയിരുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നാണ് കൂടുതൽ പേരുടെയും ആവശ്യം. എന്നാൽ രാഹുലിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും ഇതിലിനിയൊരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം എത്തിച്ചേരും.